ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ സോമൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്തിനാണോ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ? ഒരു മിനിറ്റ്, ഇതെന്തത്? ഇവിടെ കുറേ പോലീസിൻ്റെ വണ്ടി ഉണ്ടല്ലോ. 6 പോലീസിൻ്റെ കാറുണ്ട്, അതും എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ. എനിക്ക് തോന്നണതേ ഇങ്ങോട്ടേക്ക് വല്ല VIP വരുന്നുണ്ടാവുമെന്ന്. അതുകൊണ്ടാവും ഇത്രയും സെക്യൂരിറ്റി. എന്തെങ്കിലും ആവട്ടെ, അതിപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ നേരെ സോമൻ്റെ വീട്ടിലേക്ക് പോവാം. ആ കാണുന്ന വീടാണ് സോമൻ്റെ വീട്. നമുക്കപ്പോൾ അകത്തേക്ക് കയറാം. എടാ സോമ, ഞാൻ ദേ വന്നു. എടാ ഫ്രാങ്ക്ലിനെ, നീ വന്നാ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരു കിടിലൻ ഓഫർ കിട്ടിയിട്ടുണ്ട്. ഓഫറാ? എന്തുട്ട് ഓഫർ? അതെ, നീ വരുന്ന വഴിയില്ലേ എയർപോർട്ടിൽ പോലീസുകാരെ കണ്ട? ആടെ സോമ, അവിടെ എയർപോർട്ടിൽ ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. ഏകദേശം ഒരു 6 പോലീസിൻ്റെ വണ്ടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നണതേ നമ്മുടെ സിറ്റിയിൽ വല്ല VIP വരണ്ടാവുന്ന, അതുകൊണ്ടാവും ഇത്ര സെക്യൂരിറ്റി. ആ, അത് ശരിയാണ്. നമ്മുടെ സിറ്റിയിൽ ഒരു VIP വരുന്നുണ്ട്. അയാൾ ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ അയാളെ ഒരു കാറും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഗോൾഡൻ കാറാ. ലംബോർഗിനി ഉറൂസ് ഇല്ലേ, ആ ലംബോർഗിനിയുടെ SUV. ആ കാറ്, അതും ഫുള്ളി ഗോൾഡ്, ഒറിജിനൽ ഗോൾഡാ. അയാൾ ആ വണ്ടിയിലാവും ഈ സിറ്റിയിൽ മൊത്തം കറങ്ങുണ്ടാവുക. ലംബോർഗിനി ഉറൂസാ? അത് കൊള്ളാലോ. ആ കാർ പിന്നെ ഭയങ്കര എക്സ്പെൻസീവാ. അല്ല, നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ? ആ കാറ് അടിച്ചു മാറ്റണ? അതിനാണോ നീ വിളിപ്പിച്ചേ? ആടെ ഫ്രാങ്ക്ലിന്, നീ പറഞ്ഞത് ശരിയാ. നമുക്ക് ആ കാറ് അടിച്ചു മാറ്റാം. അത് ഞാനൊരു കാര്യം പറയട്ടെ, അത് ലംബോർഗിനി ഉറൂസാ. ആ കാറിന് ഏകദേശം 5 കോടി ഉണ്ടാവും. അത് പിന്നെ ഗോൾഡൻ കാറാ, അതുകൊണ്ട് 10 കോടി കൂട്ടിക്കോ. 10 കോടിയാ? അത് കൊള്ളാലോ. എടാ സോമ, നീ കാര്യമായിട്ടാണോ പറയണേ? അവിടെ ശരിക്കും ആ ലംബോർഗിനി ഉറൂസ് ഉണ്ടാ? ആടെ ഫ്രാങ്ക്ലിനെ, ഞാൻ കാര്യമായിട്ടാ പറയണേ. എയർപോർട്ടിൽ ആ കാറുണ്ട്, ലംബോർഗിനി ഉറൂസാ, അത് ഉറപ്പാണ്. എടാ ഫ്രാങ്ക്ലിനെ, അതൊരു VIP യാ. VIPയുടെ കയ്യിൽ നല്ല ലക്ഷറി കാറുണ്ടാവും. അയാൾ എയർപോർട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോവോ? നീ എന്തായി പറയണേ? അവിടെ കാറുണ്ടാവും, ഉറപ്പാണ്. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം എയർപോർട്ടിലേക്ക് ചെല്ല്. ആ കാറ് എവിടെയാന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ ബിൽഡിങ്ങിൻ്റെ മുമ്പിലുണ്ട് കേട്ടാ. അവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, ഒരു നീല കളർ പ്ലെയിന്. അതിൻ്റെ അടുത്ത് ആ കാറുള്ളേ. എടാ ഫ്രാങ്ക്ലിനെ, അങ്ങോട്ടേക്ക് നോക്കിയേ, റൈറ്റ് സൈഡിൽ നോക്ക്. നിനക്ക് അവിടെ വലുതും കാണാണ്ട? ആടെ സോമ, എനിക്കവിടെ എന്തോ കാണാണ്ട്. അതെ, നീ പറഞ്ഞത് കറക്റ്റാ. അവിടെ ഒരു ഗോൾഡൻ കാറുണ്ട്, കണ്ടിട്ട് ലംബോർഗിനി ഉറുസ് പോലെ തോന്നുന്നുണ്ട്. എടാ സോമ, നമുക്ക് ആ കാറ് അടിച്ചു മാറ്റാം. അതിലിപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇത് എങ്ങനെ അടിച്ചു മാറ്റുക? എയർപോർട്ടിൻ്റെ അകത്ത് എങ്ങനെ കയറുക? അതാദ്യം ആലോചിക്ക്. എയർപോർട്ടിലേക്ക് കയറാനേ ഒരു എൻട്രൻസ് ഉള്ളോ, അവിടെ ഇഷ്ടംപോലെ പോലീസുകാർ നിൽക്കുക. ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് വേറെ വല്ല മാർഗം ഉണ്ടാ? എടാ സോമ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ഐഡിയ ഉണ്ടാ? ആടെ ഫ്രാങ്ക്ലിന്, എനിക്കൊരു ഐഡിയ ഉണ്ട്. അതെ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ഒരു വലിയ ബിൽഡിങ് ശ്രദ്ധിച്ചാ? നമുക്ക് തൽക്കാലം ആ ബിൽഡിങ്ങിൻ്റെ മേലേക്ക് പോവാം. ബിൽഡിങ്ങിൻ്റെ മേലേക്ക് പോയിട്ട് എന്തൊട്ട് ചെയ്യാനാ? എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറയാം. ആദ്യം ആ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് ചെല്ല്. എടാ സോമ, ഇതല്ലേ നീ പറഞ്ഞ ബിൽഡിങ്? ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കയറണ? എങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് കയറാ? ഇതിൻ്റെ മേലേക്ക് കയറാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് അവിടെ. നമുക്ക് ലിഫ്റ്റിൽ മേലേക്ക് കയറാം. ബൈക്കല്ലേ, ബൈക്കൊക്കെ ലിഫ്റ്റിൽ കയറും, അതുകൊണ്ട് കുഴപ്പമില്ല. ആണോ? എന്നാൽ ശരി, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. എടാ സോമ, വന്ന് കയറ്, നമുക്കിനി മേലേക്ക് പോവാം. ലിഫ്റ്റൊക്കെ വർക്കായാൽ മതിയായിരുന്നു. Meanwhile, എടാ സോമ, നമ്മൾ മേലേക്ക് കയറി വന്നു. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇവിടുന്ന് താഴത്തേക്ക് ചാടാണോ? ആടെ ഫ്രാങ്ക്ലിനെ, നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ചാടണം, അതും ബൈക്ക് എടുത്ത്. അന്നേരം നമ്മളെ കറക്റ്റ് റൺവേയിൽ ലാൻഡ് ആവും. ഇപ്പം മനസ്സിലായില്ലേ? അതാണ് എൻ്റെ പ്ലാന്. റൺവേയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് പോകാൻ പറ്റും. ആടെ സോമ, അത് സമ്മതിച്ചു. പക്ഷെ ആ കാർ എവിടെയാ? ഈ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നേ. ഇപ്പം എനിക്കവിടെ കാറൊന്നും കാണാനില്ല.
അവിടെ പോലീസുകാർ മാത്രമുള്ളൂ. ഇനിയിപ്പോൾ ആ VIP ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ പണി പാളുണ്ടാ? ഇല്ല VIP ഒന്നും പോയിട്ടില്ല. VIP പോയി കഴിഞ്ഞാൽ ആ പോലീസുകാരും അവിടെ നിന്ന് പോവില്ലേ? പോലീസുകാർ ഇപ്പോഴും അവിടെ ഉണ്ട്. എടാ, ആ കാർ ആ പ്ലെയിൻ്റെ അപ്പുറത്തുണ്ടാവും. ആ പ്ലെയിനുള്ള കാരണം നിനക്ക് കാണാണ്ടാ. അതെ, നമുക്ക് അധികം ടൈമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ കയറണം. ആടെ സോമ, നമുക്ക് എയർപോർട്ടിലേക്ക് കയറാം. നമുക്കപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ചാടാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ താഴത്തേക്ക് ചാടിയേക്കാണ്. സേഫ് ലാൻഡിങ്, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഒരാളും കണ്ടിട്ടില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇനി നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് പോവാം. എന്നിട്ട് ആ കാർ അടിച്ചു മാറ്റാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ വണ്ടി ഇവിടെ നിർത്താണ്ടാ. അധികം മുമ്പിലേക്ക് പോവണ്ട. അവിടെ ചിലപ്പോൾ സെക്യൂരിറ്റി ഉണ്ടാവും. ആ കാർ ഞാൻ കണ്ടുട്ടാ. ലംബോർഗിനി ഉറൂസ് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ VIP എവിടെയാ? VIPനെ ഇവിടെ കാണാനില്ലേട്ടാ. VIP അല്ലേ? അയാൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ബിസിനസ് ക്ലാസ് അല്ലേ, പതുക്കെ ഇറങ്ങുള്ളൂ. അതിപ്പോൾ സീനില്ല. നമുക്ക് പോയിട്ട് അത് അടിച്ചു മാറ്റാം. ആടെ സോമ, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. ഇനി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? ഈ കാർ അടിച്ചു മാറ്റിയ നമുക്ക് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങണ്ടേ? എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? അവിടെ എക്സിറ്റിലും പോലീസുകാരുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, അത് കുഴപ്പമില്ല. എക്സിറ്റ് വഴി പോവണ്ട. എടാ, ഇത് കണ്ടില്ലേ? ഈ എയർപോർട്ടിൻ്റെ 4 സൈഡിലും കമ്പി വേലിയാ. ഈ കമ്പി വേലിക്ക് അധികം ബലല്ലേ. നമുക്കതൊക്കെ ഇടിച്ചിടാൻ പറ്റും. ആ സാധനം പൊളിഞ്ഞോളും. എടാ, അപ്പോൾ വണ്ടിയിൽ സ്ക്രാച്ച് വീഴില്ലേ? സ്ക്രാച്ച് വീണ പണിപ്പാളും. ഇല്ലടാ, വണ്ടിയിൽ സ്ക്രാച്ച് ഒന്നും വരില്ല. ഇത് ലംബോർഗിനി ഉറൂസാ. ഈ വണ്ടിക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്നൊന്നും സ്ക്രാച്ച് വരില്ല. നീ ധൈര്യമായിട്ട് ആ കമ്പി വേലിമേ കൊണ്ടിടിച്ചോ, ഒന്നും സംഭവിക്കില്ല. ആ കമ്പി വേലി പൊളിഞ്ഞോളും. അതെ, ഇവിടെ അധികം നേരം നിൽക്കണ്ട. നമുക്ക് ഈ വണ്ടി എടുത്തിട്ടേ സ്ഥലം വിടാം. ആണോ? എന്നാ ശരി, നമുക്കിനി ഇവിടുന്ന് പോവാം. നമുക്ക് പിന്നെ ബാക്കിൽ കൂടെ പോവാം. അതായിരിക്കും നല്ലത്. ബാക്കിൽ പിന്നെ പോലീസുകാരൊന്നുമില്ലേ. നമുക്കപ്പോൾ നല്ല സ്പീഡിൽ പോവാം. എന്നിട്ട് ഒരൊറ്റ ഇടിയാ. ഒന്നും സംഭവിച്ചില്ലേട്ടാ. സ്ക്രാച്ച് വീണാ? വണ്ടിയിൽ സ്ക്രാച്ച് ഒന്നും വന്നില്ല. എന്തെങ്കിലും ആവട്ടെ. എടാ സോമ, ഈ മിഷൻ അങ്ങനെ സക്സസ്ഫുള്ളായി. നമ്മൾ ഈ വണ്ടി അടിച്ചു മാറ്റിയത് ഒരാളും മറിഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. പക്ഷെ എൻ്റെ ബൈക്ക് ഏത്? ആ പച്ച ബൈക്കാ? അത് പോണെങ്കിൽ പോട്ടെ. അത് കിട്ടിയിട്ട് എന്താ കാര്യം? ആ ബൈക്കിന് 10 ലക്ഷം, ഈ കാറിന് 10 കോടി. നിനക്ക് ഏതാ വേണ്ടേ? എനിക്ക് ഈ കാറ് മതി. ഈ കാറ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 10 കോടി കിട്ടേ. അങ്ങനെയാകുമ്പോൾ 5 കോടി എനിക്ക്, 5 കോടി നിനക്ക്. അപ്പോഴും കുഴപ്പമില്ല. അല്ല, ഇങ്ങോട്ടേക്ക് പോണ്ടേ? ഇതേതാ സ്ഥലം? ഇതൊരു പുതിയ സിറ്റിയാ. നമുക്ക് ഈ സിറ്റിയുടെ ഉള്ളിൽ കയറാം. ഈ സ്ഥലം വലിയ കുഴപ്പമില്ലേ? നമ്മുടെ ശരിക്കുള്ള സിറ്റിയിൽ പോവണ്ട. അവിടെ ഇപ്പോൾ പോലീസുകാർ അന്വേഷിക്കണ്ടാവും. അങ്ങോട്ട് പോണത് ഒട്ടും സേഫ് അല്ലേ. നീ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോ. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ ഫ്ലാറ്റിലേക്ക് വിട്ടോ. നമുക്ക് അവിടെ വെച്ചിട്ട് ഈ വണ്ടി സെയിൽ ചെയ്യാം. ആണോ? അവൻ ഈ വണ്ടി മേടിക്കില്ലേ? 10 കോടി കിട്ടില്ലേ? ആടെ ഫ്രാങ്ക്ലിനെ, അവൻ ഈ വണ്ടി മേടിക്കും. അവൻ 10 കോടി തരും. ഇല്ലെങ്കിൽ അവൻ്റെ മോന്തടിച്ച് പൊട്ടിക്കും. അവൻ പറഞ്ഞിട്ടാ നമ്മൾ ഈ വണ്ടി അടിച്ചു മാറ്റിയേ. സ്ഥലത്തി. നീ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തോ. ഇതാണ് അവൻ്റെ ഫ്ലാറ്റ്. ഈ വണ്ടി തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്തോ. അല്ലടാ സോമ, അവനെവിടെയാ? കാണലില്ലോ. ആടെ ഫ്രാങ്ക്ലിനെ, അവൻ ഇങ്ങോട്ടേക്ക് വരും. ഒന്ന് വെയിറ്റ് ചെയ്യ്. അവൻ ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ്. അടിയിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. ആണോ? എന്നാ ശരി, അവൻ അടിയിലേക്ക് വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ വണ്ടി സെയിൽ ചെയ്യാം. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും.
അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. എടാ സോമ, അവനെന്താ വരാത്തെ? കുറേ നേരമായില്ലോ വെയിറ്റ് ചെയ്യണ്.